ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, എന്താണ് ഗായ്സ്? ഹാപ്പിനെസ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹാപ്പിനെസ് എന്നൊരു വിഷയത്തെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ എന്താണ് സന്തോഷം? അപ്പോൾ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഇന്ന് തൊട്ട് ആരംഭിക്കാൻ തുടങ്ങിയാലോ? ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരാൾ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് വിചാരിച്ചു. അതായത് ഒരു സ്ത്രീയോ പുരുഷനോ ഒരാണോ പെണ്ണോ ഒരു ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ബസ്സിൽ പോവുകയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക. ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലിയിൽ പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വേറൊരാൾ എടുത്തിരിക്കുന്ന ഒരാൾ ഒരു ചിരി ചിരിച്ചാൽ മതിയില്ല അല്ലേ ആ ഒരു ടെൻഷൻ എന്ന് പറയാൻ. ആ ഒരു സമയത്ത് മറ്റുള്ളവർ ഏതോ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആ ഒരു സമയത്ത് ഒരു ഇളം പുഞ്ചിരി, ഒരു പുഞ്ചിരി നൽകിയാൽ ആ വ്യക്തിയുടെ ടെൻഷൻ പകുതി മാറിപ്പോകും. അപ്പൊ അതാണ് സന്തോഷത്തിന്റെ വില എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ സന്തോഷം, ഒരു വ്യക്തിയുടെ സന്തോഷം, അത് എല്ലാവരെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പലർക്കും പല തരത്തിലുള്ള സന്തോഷങ്ങളുണ്ട്. എൻ്റെ ഏറ്റവും വിലപ്പെട്ട സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ മക്കളാണ് കേട്ടോ. എൻ്റെ ചിൽഡ്രൻസ്, എൻ്റെ 2 മക്കളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഗിഫ്റ്റുകൾ. അപ്പൊ അത് തന്നെയാണ് എൻ്റെ സന്തോഷം കേട്ടോ. എൻ്റെ മോളായാലും ശരി, മോനായാലും ശരി, അവര് കാണിക്കുന്ന ഇതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അവര് കളിക്കുന്ന ഓരോ കാര്യങ്ങള് ചിലപ്പോ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്, പക്ഷെ അതും അവർ കാണിക്കുന്ന ഓരോ സമയത്ത് ഓരോ കോപ്രായം ഒക്കെ എൻജോയ് ചെയ്യും. അതും നമ്മൾ എൻജോയ് ചെയ്യും. അപ്പൊ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ മക്കളാണ് കേട്ടോ. അവരുടെ ക്യൂട്ട്നെസ്, അവര് ഓരോ സമയത്തും നമുക്ക് തരുന്ന ഇതുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കില്ല. ആ സമയത്ത് നമ്മൾ ചീത്ത പറയുന്ന സമയത്ത് ചിലപ്പോൾ അവര് ചിരിക്കും. അപ്പൊ ആ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേഷ്യം ഒക്കെ കംപ്ലീറ്റ് കിട്ടും. അപ്പൊ ആ ഒരു പുഞ്ചി നമുക്കും തന്നെ വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ ഒന്നാണ് ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വലിയതൊന്നും ലഭിക്കേണ്ട, നമുക്കൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചാൽ അത് ഏറ്റവും വലിയ സന്തോഷമാണ് അല്ലേ. ചിലപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആഗ്രഹിച്ച് നടക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. എനിക്ക് അങ്ങനെ കേട്ടോ. എനിക്ക് വലിയ ഇതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യുമല്ലോ. അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് അല്ലേ. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അപ്പൊ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ശരിക്കും സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണോ അതോ മറ്റുള്ളവർ കൊണ്ടു തരേണ്ടതാണോ? അതെ, മറ്റുള്ളവർ കൊണ്ടു തരേണ്ടതല്ല. സന്തോഷം എന്ന് പറയുന്നത് നമ്മളായിട്ട് തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ള വ്യക്തിയല്ല നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളുടെ സന്തോഷം കൂടി കണ്ടെത്തണം. നമ്മുടെ ആഗ്രഹം കൊത്തി ജീവിച്ചാൽ നമ്മുടെ സന്തോഷം പൂർണ്ണമായിട്ട് നല്ലതായിട്ട് ഇരിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലായാലും ശരി, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. പക്ഷെ അത് നടത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമല്ലോ. ആ പരിശ്രമിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുമല്ലോ. അതായത് ചില കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പ്രയത്നിച്ച് കിട്ടുന്ന ആ ഒരു സമയത്ത്, കിട്ടിയെന്ന് അറിയുന്ന ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് ഏറ്റവും വലിയ ഒന്നാണ്. പിന്നെ നമ്മുടെ അച്ഛനമ്മമാര്, നമ്മുടെ പാരൻസ് സന്തോഷിച്ചിരിക്കുമ്പോൾ, പിന്നെ ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അതായത് മക്കളെല്ലാരെയും കാണുന്ന സമയത്ത്. അപ്പൊ അവര് സന്തോഷിക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം കിട്ടും. അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ്. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ആരും സന്തോഷം കൊണ്ടുവന്നില്ല. നീ സന്തോഷം പിടിച്ചോ എന്ന് പറഞ്ഞാട്ട് നമുക്കൊരു വ്യക്തിയും സന്തോഷം കൊണ്ടുവരില്ല. ഒരു വ്യക്തി ജീവിച്ചിട്ട്, അതായത് ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടെങ്കിലും ആ വ്യക്തി മരണം വരെ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. നമ്മൾ അച്ഛനും അമ്മയും അനിയത്തിമാരും കുട്ടികളും ആരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വ്യക്തി ജീവിതത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ ആ വ്യക്തി ഒറ്റയ്ക്ക് തന്നെ കഴിഞ്ഞു കൂട്ടേണ്ട ഒന്നാണ്. അപ്പൊ ആ വ്യക്തി സന്തോഷം സ്വയം തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അല്ലാതെ ഏതു നേരം
സങ്കടപ്പെട്ട് കോൺഫിഡൻസ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും സന്തോഷം വരാൻ പോകും. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കഴിയും, സന്തോഷിക്കാൻ നമുക്ക് കഴിയും. ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കുകയല്ല, പക്ഷെ എല്ലാവർക്കും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഒരുപാട് പേർക്ക് രോഗങ്ങളും കാര്യങ്ങളും അസുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്. സന്തോഷം കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട്. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് നമ്മുടെ സന്തോഷം നമ്മൾ എന്തായാലും കണ്ടെത്തണം കേട്ടോ. നമ്മൾ ഓരോരുത്തരും സ്വയം സന്തോഷിച്ചാൽ ഒരിക്കലും മറ്റുള്ളവരുടെ താല്പര്യത്തിന് നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വയം ഒരു സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ഇതായിട്ടും പോകും. അപ്പൊ ആദ്യം തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി, സ്നേഹം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം തന്നെ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. നമ്മളെ സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ള വ്യക്തികളെയും സന്തോഷിപ്പിക്കാനും ഹാപ്പി ആയിട്ട് ഇരുത്താനും കഴിയത്തുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. അതാണ് ഏറ്റവും വിലപ്പെട്ട ഒന്ന്. ഇപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ഓരോ സമയത്തിൽ ഓരോരുത്തരെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതം, നമ്മൾ ജനനം മുതൽ മരണം വരെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്തായാലും പൂർണ്ണമാവുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാ സമയവും മറ്റുള്ളവർ നമ്മളെ കൂടെ ഉണ്ട്, അവര് നമ്മളെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവിടെ കാത്തിരുന്നാൽ നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതം ഒരു എൻജോയ് ആയിട്ട് പോകാനും നമുക്ക് കഴിയത്തില്ല. ഇത് ഒരു മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ചില ദിവസങ്ങൾ നമുക്ക് എല്ലാ ദിവസങ്ങളും സന്തോഷിച്ചിരിക്കാൻ കഴിയില്ല അല്ലെ. ചില ദിവസം സന്തോഷമാണെങ്കിൽ പിറ്റേ ദിവസം ഫുള്ള് നമുക്ക് സാഡായിരിക്കും. നമുക്ക് എന്നും ഒരുപോലെ സന്തോഷിക്കാൻ കഴിയില്ല, അത് ശരിയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം, ഒരുപാട് തെറ്റുകൾ സംഭവിക്കാൻ പോകുന്നുണ്ടായിരിക്കും. അപ്പൊ ആ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്താൻ പാടില്ല. മറിച്ച് ആ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അത് മാറ്റുന്ന സമയത്ത് ആ തെറ്റ് തിരിച്ചറിഞ്ഞു എന്നതിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അതും ഇതിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് കേട്ടോ. പിന്നെ ചിലവർ നമ്മളെ ഒരിക്കലും ഒരു നല്ലൊരു പേഴ്സണായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെപ്പോഴും കളിയാക്കുന്ന ആൾക്കാരായിട്ടായിരിക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ സന്തോഷത്തെ അറിയിക്കുന്നത് നമ്മളാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഒരിക്കലും ജീവിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, നമ്മൾ ഒരാളെ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് അതും കൂടി പറയാനുള്ള അർഹത ഉണ്ടോ എന്ന് നോക്കണം. അതായത് ചിലവർ പറയും അവളെ കൊണ്ട് ഒന്നും കൊള്ളില്ല, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഒന്നും കൊള്ളില്ല, പിന്നെ നിന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മളതവിടെ സാഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ സങ്കടപ്പെട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മൊത്തം സ്ട്രഗിൾ ആയിരിക്കും. നമ്മൾ ഒരിക്കലും ഒരു ഇതായിട്ട് പോവില്ല. നമ്മൾ എപ്പോഴും ഡൗൺ ആയിട്ട് ഇങ്ങനെ താഴത്തേക്ക് പോവുക ചെയ്യും. അപ്പൊ അത് അങ്ങനെ ഇരിക്കാതെ സ്വയം നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണ്, നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ചെയ്താലാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക എന്നൊക്കെ വിചാരിച്ച് നമ്മളൊരു തീരുമാനം കണ്ടെത്തി മുന്നോട്ട് പോവുക, അല്ലാതെ ഒരിക്കലും പിന്നോട്ട് പോകരുത്. അപ്പൊ അതിൽ നമ്മൾ എന്തായാലും സന്തോഷം കണ്ടെത്തണം. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക. ഏതൊരു ഇതായിക്കോട്ടെ, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതുമായി മുന്നോട്ട് പോയി നമ്മുടെ ഫാമിലിയിലേക്ക് സപ്പോർട്ട് ചെയ്ത് ഇരിക്കുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഇല്ലേ, അതാണ് ഏറ്റവും വിലപ്പെട്ട ഒന്ന്. പിന്നെ ആദ്യം തന്നെ കണ്ണാടിയിൽ നോക്കുക കേട്ടോ. വേറൊന്നുമില്ല, അങ്ങനെ കോൺഫിഡൻസ് കുറവാണെങ്കിൽ ഇങ്ങനെ പറയാം, ഞാനാണ് സ്ട്രോങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞാനൊരു സ്ട്രോങ് പേഴ്സൺ ആണ്, എനിക്ക് സന്തോഷമുണ്ട്, ഞാനൊരു നല്ല സന്തോഷവതിയാണ്, ഞാനൊരു ഭാഗ്യവതിയാണ്. ഞാൻ ഹാപ്പി ആയിട്ടിരുന്നാലേ എൻ്റെ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. ഞാൻ ഡൗൺ ആയിട്ടിരുന്നാല് ഒരിക്കലും എൻ്റെ ഫാമിലി മുന്നോട്ട് പോകില്ല. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ പാരൻസ് ഹാപ്പിയാണ്, എൻ്റെ മക്കൾ ഹാപ്പിയാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുക. കാരണം നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക. നമ്മൾ ഡൗൺ ആയാൽ ഒരു പക്ഷെ നമ്മുടെ ഫാമിലി മൊത്തം ഡൗൺ ആയി പോകും. അപ്പൊ നമ്മൾ ഓരോരുത്തരും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എന്നെങ്കിലും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ ഗൈസ്, ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ ബ്ലോഗ്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ ബൈ.